വസ്ത്രസ്വാതന്ത്ര്യവും വിമർശന സ്വാതന്ത്ര്യവും. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രവും പാതി മറയുന്ന വസ്ത്രവും അണിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമായ മൗലികാവകാശമാണ്. അതേസമയം ഈ രണ്ട് രീതിയെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യപരമാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശം വന് വിവാദമായിരിക്കുകയാണ്. ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വം വേണം. ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. ലൈംഗിക ചുവയോടെ സംസാരിക്കരുത്. എന്നാൽ അതേ മാന്യത വസ്ത്രധാരണത്തില് ഹണി റോസിനും വേണ്ടേ എന്ന വാക്കുകളാണ് ചിലര് സ്ത്രീവിരുദ്ധമായി ആക്ഷേപിക്കുന്നതും ഇതേചൊല്ലി രാഹുലിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതും. എന്നാൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും മുമ്പേ പ്രകടിപ്പിച്ചതാണ് വസ്ത്രധാരണത്തില് സ്ത്രീകള് മാന്യത പുലർത്തണമെന്ന അഭിപ്രായം. പ്രശസ്ത ഗായകന് കെ.ജെ. യേശുദാസ്, മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അംഗം ആശാമിർ ജെ, മുൻ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് ശ്രീദേവി, ഡൽഹി പോലീസ് കമ്മീഷണറായിരുന്ന ആര് കെ ഗുപ്ത തുടങ്ങിയവര് രാഹുൽ ഈശ്വറിന്റേതിനു സമാനമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീപീഡനത്തിനുത്തരവാദികൾ ഒരു പരിധിവരെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ മോശം വസ്ത്രധാരണവും പെരുമാറ്റവും അനുചിത സ്ഥലങ്ങളിലേക്കുള്ള പോക്കുമാണ് അവർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണമെന്നായിരുന്നു ആശാമിർജിയുടെ പ്രസ്താവന. അല്പവസ്ത്രധാരികളായ താരറാണിമാരാണ് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിലെ പ്രധാന ഘടകമെന്നായിരുന്നു ജസ്റ്റിസ് ശ്രീദേവിയുടെ പ്രസ്താവം. 2014 ഒക്ടോബറിൽ തിരുവനന്തപുരം സ്വാതി തിരുനാള് സംഗീത കോളേജിൽ സംഘടിപ്പിച്ച ശുചിത്വ പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ.ജെ. യേശുദാസ് സ്ത്രീകളുടെ അമാന്യമായ വസ്ത്രധാരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചത്. കേരളത്തില് സന്ദർഭത്തിനോ കാലാവസ്ഥക്കോ യോജിക്കാത്ത വസ്ത്രങ്ങളാണ് പെൺകുട്ടികൾ ധരിക്കുന്നത്. മരണവീട്ടിലും ശവസംസ്കാര ചടങ്ങുകളിലും ആരാധനാലയങ്ങളിലും ഇറുകിയ ജീൻസ് ധരിക്കുന്നതും ശരീരപ്രദർശനം നടത്തുന്നതും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത്തരം സ്ഥലങ്ങളില് ശരീരം പ്രദർശിപ്പിക്കുന്ന വേഷം ധരിച്ചെത്തുന്നത് പെൺകുട്ടികൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സ്ത്രീകള് ജീൻസിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? സ്ത്രീകള് ജീൻസ് ധരിക്കുമ്പോൾ അതിനപ്പുറമുള്ളവ ശ്രദ്ധിക്കാൻ തോന്നും. മറച്ചുവെക്കേണ്ടത് മറച്ചുവെക്കണം. ആകർഷക വേഷം ധരിച്ച് വേണ്ടാധീനം ചെയ്യാൻ പ്രേരിപ്പിക്കരുത്, യേശുദാസ് പറഞ്ഞു. ജസ്റ്റിസ് കൃഷ്ണയ്യര് ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകളുടെ മാദകമായ വസ്ത്രധാരണ രീതിയും ചേഷ്ടകളും കാരണം മതിമറന്ന് താത്കാലികമായ ഒരു ഉന്മാദാവസ്ഥയിലാണ് പുരുഷന് ബലാത്സംഗം ചെയ്യുന്നത്. പൂർണ്ണ നഗ്നകളായി നൃത്തങ്ങളിലൂടെ ജനവികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന പരസ്യ സംസ്കാരം എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നേ സ്ത്രീപീഡനങ്ങൾക്ക് അറുതി വരികയുള്ളൂ. ഡൽഹി പോലീസ് കമ്മീഷണറായിരുന്ന ആര് കെ ഗുപ്തയുടെ വാക്കുകള് വസ്ത്രധാരണ രീതിയിൽ സ്ത്രീകൾ കുറേക്കൂടി ശ്രദ്ധാലുക്കളാകുകയും തങ്ങളുടെ പരിധി തിരിച്ചറിയുകയും അസുരക്ഷിത സ്വഭാവം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താല് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളില് 50% കുറവുണ്ടാകും. തന്റെ കേസ് അനുഭവങ്ങളിൽ നിന്ന് പാഠമുൾക്കൊണ്ടാണ് ഗുപ്ത ഈ കാഴ്ചപ്പാടിലെത്തിയത്. 2021 ജൂണില് താൻസാനിയയില് ഇറുകിയ പാന്റ് ധരിച്ച് പാർലമെന്റില് വന്ന ഒരു വനിതാ എം.പിയെ സ്പീക്കർ പുറത്താക്കി. പാർലമെന്റിനെ അവഹേളിക്കുന്ന തരത്തിലാണ് ചില വനിതാ അംഗങ്ങള് വസ്ത്രം ധരിക്കുന്നതെന്നു ചൂണ്ടിക്കാട്ടി ഒരു പുരുഷ എം.പി പരാതിപ്പെട്ടതിനെ തുടർന്നാണ് വനിതാ എം.പി സ്വീക്വേലിനോട് സഭയില് നിന്ന് പുറത്തുപോകാനും മാന്യമായ രീതിയില് വസ്ത്രം ധരിച്ചു വരാനും സ്പീക്കർ ജോബ് എൻഡുഗൈ ആവശ്യപ്പെട്ടത്. പെണ്ണിനെ തുറിച്ചു നോക്കുന്നതും അവരെ ശല്യം ചെയ്യുന്നതും നിയമപരമായി കുറ്റമാണെങ്കിലും നഗ്നതയും അർദ്ധനഗ്നതയും പുരുഷനെ ഈ പ്രവണതകളിലേക്ക് നയിക്കുന്നുവെന്നത് വസ്തുതയാണ്. സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുന്നു ഇന്ന് പൊതുവാഹനങ്ങളിലെ യാത്ര. ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെ യാത്രക്കാരായ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് പതിവ് വാർത്തയാണ്. ഇത്തരം സംഭവങ്ങൾ പഠനവിധേയമാക്കിയവര് പറയുന്നത് മാന്യമായി വസ്ത്രം ധരിക്കാത്ത, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിധം വസ്ത്രം ധരിച്ച സ്ത്രീകളാണ് ഇരകളില് ബഹുഭൂരിഭാഗവുമെന്നാണ്. മാന്യമായ വസ്ത്രം ധരിച്ച സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമങ്ങൾ അപൂർവമാണ്. പ്രശസ്ത സാഹിത്യകാരി കമല സുരയ്യ ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പേ മാധവിക്കുട്ടിയായിരുന്ന കാലത്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ പർദ്ദ ധരിച്ചിരുന്നതായി അവരെഴുതിയിട്ടുണ്ട്. പൊതുയിടങ്ങളില് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ വസ്ത്രം പർദ്ദയാണെന്നാണ് ഇതിനവര് പറഞ്ഞ കാരണം. ഇന്ത്യയിൽ ആർക്കും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രവും പാതി മറയുന്ന വസ്ത്രവും അണിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമായ മൗലികാവകാശമാണ്. അതേസമയം ഈ രണ്ട് രീതിയെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യപരമാണ്. എന്നാൽ പർദ്ദ പോലുള്ള ശരീരം പൂർണ്ണമായി മറക്കുന്ന വസ്ത്രങ്ങളെ വിമർശിക്കുന്നവർക്ക് കിട്ടുന്ന സ്വീകാര്യത അല്പവസ്ത്രധാരികൾക്ക് നേരെയുള്ള വിമർശനത്തിന് ലഭിക്കുന്നില്ലെന്നത് ഇരട്ടത്താപ്പല്ലേ? ആരോഗ്യകരമായ വിമർശങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതും അത്തരം വിമർശകരെ കോടതി കയറ്റുന്നതും ജനാധിപത്യ മര്യാദക്ക് നിരക്കുന്നതല്ല.